നഴ്സറിയിൽ നിന്നും റോസ് മേടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലായിടവും പോവും അല്ലേ, ഒരുപാടടുത്ത് പോയി ഒരുപാട് നല്ല വെറൈറ്റി റോസുകൾ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രതിരോധ ശേഷിയുള്ള നല്ല സ്റ്റിക്കുള്ള, അതായത് ഒന്നോ രണ്ടോ പൂക്കളുടെ കളർ മാത്രമല്ല, പ്ലാന്റ് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആദ്യമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത് നോക്കേണ്ട അതിൻ്റെ ബഡിൽ നിന്നുമാണോ കിളിയൽ വരുന്നത് എന്നും കൂടെ ശ്രദ്ധിക്കുക. പലവരും പ്ലാന്റ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ നിന്ന് കാട്ട് റോസ് തന്നെ വളർന്നു തരും. അന്നേരം അത് വരാത്ത പ്ലാന്റുകൾ നോക്കി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ബഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഥവാ കാട്ട് റോസ് ആണ് സൈഡിൽ നിന്ന് കിളിച്ച് വരുന്നതെന്നുണ്ടെങ്കിലും നമുക്കത് കട്ട് ചെയ്ത് താഴെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നല്ല ഇനങ്ങൾ നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളേഴ്സ് കാണും അല്ലേ, അത് അടുത്ത പൂക്കൾ വരുമ്പോൾ ചിലപ്പം അങ്ങനെ കിട്ടിയെന്ന് വരില്ല. അതും കൂടെ ശ്രദ്ധിക്കാം. നല്ല ഒരു ട്രൈ കളറ് പ്ലാന്റിനകത്തുനിന്ന് നമുക്ക് അനുഭവപ്പെട്ട ഒരു സാധനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു റോസ് ആണ് ഈ കാണുന്നത്. ഇത് 3 നിറത്തിലുള്ള കളറായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഒറ്റ കളറായിപ്പോയി. അത്ര അത് അങ്ങനെയുള്ള വെറൈറ്റികൾ കൂടി നമ്മളെ നാട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അത് വഴിയെ തന്നെ നിങ്ങൾ ഒരുപാട് വെറൈറ്റി റോസുകൾ കാണുന്നവർക്കൊക്കെ അത് മനസ്സിലാവും. കുറേ പ്ലാന്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റുകളൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പം ചില മരുന്നുകളുടെ അല്ലെന്നുണ്ടെങ്കിൽ ചില ഹോർമോൺസിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കൊണ്ട് ഇങ്ങനെ കളർ വ്യത്യാസം വരുന്നതാണ്. അന്നേരം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നാടൻ പച്ച റോസാണ്, പണ്ടത്തെ പച്ച റോസ്. ഇതൊക്കെ ഒന്ന് സർവൈവ് ചെയ്യും, സ്ഥിരമായിട്ട് നിൽക്കുന്ന വെറൈറ്റികളായിരിക്കും കൂടുതലും. പിന്നെ വലിയ ചട്ടിയിലുള്ള ചെറിയ 30 രൂപയുടെ ചെറിയ റോസ് മുതൽ പല വെറൈറ്റികൾ റോസുകളുണ്ടെങ്കിലും ഈ കൂടുതൽ വെറൈറ്റികൾ വരുന്ന മിക്കവാറും വലിയ ചട്ടിയിലും വലിയ കവറിലും ഒക്കെ ആയിരിക്കും. അന്നേരം നോക്കുക, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ അന്നേരം നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ചെടികൾ കവർ ഒന്ന് ഉടച്ചതിന് ശേഷം തന്നെ മറ്റുള്ള പ്ലാന്റ് ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ വലിയ കവറിനകത്തോട്ടോ വെക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇത് ചെളി മണ്ണ് കണക്കിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി അതിനെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ച് കളഞ്ഞതിന് ശേഷം കവർ കയറി കളഞ്ഞതിന് ശേഷം വേണം പ്ലാന്റ് നമ്മൾ മണ്ണിൽ വെക്കാനായിട്ട്. വെക്കുന്ന സമയത്ത് ഈ ചെടി ചട്ടിക്കുള്ളിൽ 2-3 കല്ല് ഇടുന്നത് നല്ലതാണ്. വേരോട്ടം കിട്ടാനും വെള്ളം വാർന്ന് പോകാനും അത് പ്രയോജനപ്പെട്ടിട്ടും പറ്റുമെന്നുണ്ടെങ്കിൽ ചെറിയ ചരൽ അതിൻ്റെ അകത്ത് സ്വല്പം ഇടുക. അതിനുശേഷം വായു സഞ്ചാരമുള്ള മണ്ണ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എല്ലുപൊടി, വെണ്ണക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വളക്കൂട്ടുണ്ടെങ്കിൽ അത് മണ്ണുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, അതായത് വായു സഞ്ചാരമുള്ള ചെറിയ നേർത്ത വെള്ളം വാർന്ന് പോകാൻ ശേഷിയുള്ള മണ്ണിൽ വേണം പ്ലാന്റ് വെക്കാനായിട്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ റോസിനെ ഒരു പരിധി വരെ പുതിയൊരു ചെടി മേടിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ഇച്ചിരി ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് വീണ്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. അതിൽ ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു. കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്.